രചന രാജേഷ് ഷാജി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സിയ നൂഞ്ഞേരി. ഹലോ. മൃദുവായി അവൻ വിളിച്ചു. ഹലോ, ആരാ? മറുതൽക്കിൽ നിന്ന് അവളുടെ പതിഞ്ഞ ശബ്ദം. ഗീതാഞ്ജലി അല്ലേ? അതെ, ഇതാരാ? ഞാൻ വിനയ് മോഹൻ, ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുക. ഗീതാഞ്ജലി ഒരു നേഴ്സല്ലേ? അതെ, നിങ്ങൾക്കിങ്ങനെ എന്നെ അറിയാം? ഗീതു അങ്ങനെ വിളിച്ചോട്ടെ ഞാൻ. ഗീതു വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഞാൻ ട്രീറ്റ്മെന്റ് വന്നിട്ടുണ്ട്. അതെയോ? എപ്പോ? കുറച്ച് നാളായി. അന്ന് തൻ്റെ ID കാർഡിലെ പേര് കണ്ടു. പിന്നെ താൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അയാൾ വഴിയാ തന്നെ നമ്പർ കിട്ടിയത്. അതാരാണെന്ന് ചോദിക്കരുത്, പറയില്ലെന്ന് ഞാൻ വാക്ക് കൊടുത്താ. എന്തിനപ്പം എന്നെ വിളിച്ചേ? അത് ചുമ്മാ ഒന്ന് തൻ്റെ ശബ്ദം കേൾക്കണം തോന്നി, അതാ വിളിച്ചേ. ഞാനിടയ്ക്ക് വിളിക്കുന്നതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ആളൊന്നും മിണ്ടിയില്ല. ഡോ, ഞാൻ വിളിച്ചോട്ടെ പ്ലീസ്? ഓക്കെ, ഞാൻ ഡ്യൂട്ടിയിലെപ്പോ. ഓക്കെ ബൈ, ഞാൻ പിന്നെ വിളിക്കാം. കോൾ ഡിസ്കണക്റ്റ് ആയി. എന്നാലും ആരാ പോയാള്? എൻ്റെ നമ്പർ കൊടുത്താരാ? ആളൊരു നിമിഷം ചിന്തിച്ചു. ശേഷം അവളുടെ ജോലിയിൽ മുഴുകി. അന്ന് രാത്രി വീണ്ടും അയാളുടെ കോൾ വന്നു. ഹലോ. ഹലോ ഡോ, താൻ ബിസിയാണോ? അല്ല, പറയൂ. താൻ ഫുഡ് കഴിച്ചായിരുന്നോ? അല്ല, നിങ്ങളുടെ സ്ഥലം എവിടെയാ? എൻ്റെ സ്ഥലം കോട്ടയമാ. ഇവിടെ ട്രിവാൻഡ്രത്ത് ജോലി കിട്ടിയിട്ട് 1 year ആയി. ഇയാളുടെ സ്ഥലം പാലക്കാടല്ലേ? ഇയാൾ എത്ര നാളായി ട്രിവാൻഡ്രത്ത് വന്നിട്ട്? ഞാൻ 2 year കഴിഞ്ഞു. ഓക്കെ. അല്ല, നിങ്ങൾ ആരാന്ന് എന്താന്ന് എനിക്കറിയില്ല. നിങ്ങൾ... അവൾ പാതിയിൽ നിർത്തി. തനിക്ക് എന്നെ പറ്റി പല സംശയങ്ങളും ഉണ്ടാവും, ഒക്കെ ക്ലിയർ ചെയ്യാം. സൺഡേ താൻ എപ്പോഴൊന്ന് ഫ്രീ ആവുക, നമുക്കൊന്ന് കാണാം. സൺഡേ മോർണിംഗ് ഡ്യൂട്ടിയാ, 1 മണിയാകുമ്പോൾ ഞാൻ ഇറങ്ങും. ഓക്കെ, എന്നാൽ സൺഡേ 3 മണിയാകുമ്പോൾ താൻ സെൻറ് മേരീസ് ചർച്ചിനടുത്തുള്ള പാർക്കിൽ വരുമോ? ഓക്കെ, ഞാൻ വരാം, അവൾ പറഞ്ഞു. എന്നാ ഓക്കെ, താമസിച്ചോ. അവൾ കോള് കട്ട് ചെയ്തു. അവനെക്കുറിച്ചുള്ള സംശയങ്ങൾ തീർക്കാൻ അവൾ അവനെ കാണാൻ തീരുമാനിച്ചു. സൺഡേ 2 മണിക്ക് അവളുടെ ഫോണിൽ വിനയ് വിളിച്ചു. ഡോ, താൻ വരുമല്ലോ അല്ലേ? ഞാൻ വരും. പക്ഷെ നിങ്ങളെ ഞാൻ എങ്ങനെ തിരിച്ചറിയും? എനിക്ക് തന്നെ അറിയാലോ, പിന്നെ തനിക്ക് അറിയണമെങ്കിൽ ഞാൻ പറയാം. ബ്ലാക്ക് ജീൻസും ബ്ലൂ ഷർട്ടും ആയിരിക്കും എൻ്റെ ഡ്രസ്സ്. ഓക്കെ, എന്നാൽ ശരി. അവൾ ഫോൺ കട്ട് ചെയ്തു. സൺഡേ ആയത് കാരണം ഗീതു പാർക്കിൽ ചെല്ലുമ്പോൾ അവിടെ കുറേ പേരുണ്ടായിരുന്നു. ലവേഴ്സ് ആയിരുന്നു കൂടുതലും. അവൾ എല്ലായിടവും നോക്കി. വിനയ് പറഞ്ഞ കളറിലെ ഡ്രസ്സ് ഇട്ട ആള്. അപ്പോഴാണ് പിന്നിൽ നിന്ന് ശബ്ദം കേട്ടത്. ഹലോ, ഗീതു സിസ്റ്റർ. അവൾ തിരിഞ്ഞു നോക്കി. തന്റെ പിന്നിൽ പുഞ്ചിരിയുമായി നിൽക്കുന്ന 25-30 വയസ്സിനകത്ത് പ്രായം തോന്നിക്കുന്ന സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ. ഹായ്. അയാൾ അവൾക്ക് നേരെ കൈ നീട്ടി. ഹായ്. അവൾ അയാൾക്ക് കൈ കൊടുത്തു. ഒത്തിരി നേരമായി വന്നിട്ട്? ഇല്ല, ഒരു 10 മിനിറ്റ് അത്രേ ഉള്ളൂ. താമ, നമുക്ക് അങ്ങോട്ടിരിക്കാം. അവിടെ കിടന്ന ബെഞ്ച് നോക്കി വിനയ് പറഞ്ഞു. അവർ ബെഞ്ചിലിരുന്നു. പിന്നെ പറയ്, തനിക്ക് സുഖമാണോ? അവളൊന്ന് മൂളി. എന്തിനാ എന്നെ കാണുമെന്ന് പറഞ്ഞ് അവൾ ചോദിച്ചു. ചുമ്മാ ഒന്ന് കാണാൻ തോന്നി, പിന്നെ തന്നോട് മനസ്സുറന്ന് സംസാരിക്കാനും. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും അനിയനും ഉണ്ട്. എനിക്കിപ്പോൾ വയസ്സ് 28 അത് കാരണം വീട്ടിൽ കല്യാണത്തിന് നല്ല പ്രഷറുണ്ട്. എനിക്ക് മനസ്സിനാണെങ്കിൽ ആളെ ഞാൻ തന്നെ കണ്ടെത്തിക്കോളാൻ അച്ഛനും അമ്മയും പറഞ്ഞു. പക്ഷെ അങ്ങനെ മനസ്സിനാണെങ്കിൽ ആരെയും കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിരുന്നില്ല. തന്നെ കാണുന്നവരെ കൂടുതൽ ഫോർമാലിറ്റി ഒന്നുമില്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ, തന്നെ ഞാൻ കല്യാണം കഴിച്ചോട്ടെ? ഈ മുഖം മനസ്സിൽ നിന്ന് പോകുന്നില്ല, അതാ. നിങ്ങൾ എന്താ ഈ പറയുന്നത്? നിങ്ങൾക്ക് എന്നെ പറ്റി ഒന്നും അറിയില്ല. ഞാൻ എൻ്റെ വീട്ടിലെ അവസ്ഥ അതൊന്നും നിങ്ങൾക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. പ്ലീസ്, നിങ്ങൾ വേറെ ആരെങ്കിലും നോക്കൂ. എന്നെ വിട്ടേക്ക്. എനിക്ക് നിങ്ങൾ വിവാഹം കഴിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? തൻ്റെ വീട്ടിലെ അവസ്ഥ എന്തായാലും എന്നോട് പറഞ്ഞൂടെ? നമുക്ക് ഒരുമിച്ചൊക്കെ ശരിയാക്കാലോ. ഇല്ല, ഇപ്പം ഞാൻ വിവാഹത്തെപ്പറ്റി ചിന്തിക്കുന്നില്ല. അങ്ങനെയുള്ള മോഹങ്ങളൊന്നും എനിക്കിപ്പോൾ ഇല്ല. സുഖമില്ലാത്ത അച്ഛനെയും അമ്മയും നോക്കണം. പിന്നെ എൻ്റെ അനിയത്തി, അവളുടെ ഭാവി, അതാ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. അതിനുള്ളിൽ വേറൊന്നും ചിന്തിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. പ്ലീസ്, എന്നെ വിട്ടേക്ക്. ഇത് പറയാനാണെങ്കിൽ ഇനി നിങ്ങളെന്നെ വിളിക്കേണ്ട. ഞാൻ പോവാ. അവൾ അവിടുന്ന് എഴുന്നേറ്റു. പെട്ടെന്ന് അവൻ അവളുടെ കയ്യിൽ പിടിച്ച് നിർത്തി. അവൾ തിരിഞ്ഞവനെ നോക്കി. അവൻ എഴുന്നേറ്റു. ഇതൊക്കെ എല്ലാ വീട്ടിലുള്ള പ്രോബ്ലംസ് അല്ലേ? ഇതൊക്കെ നമുക്ക് ശരിയാക്കാം. ഇതിൻ്റെ പേരിൽ എൻ്റെ ഇഷ്ടം വേണ്ട നോക്കരുത് ഗീതു. അത്രയ്ക്ക് തന്നെ ഇഷ്ടപ്പെട്ടു പോയതുണ്ട. പ്ലീസ് വിനയ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. വേണ്ട, ഇതേ കാര്യമാണ് എനിക്ക് കേൾക്കണ്ട. ഞാനെന്നാലും തീരുമാനിച്ചു. മറ്റാരെയും മനസ്സിലില്ലാത്ത സ്ഥിതിക്ക് ഞാൻ എടുക്കുക ഈ മനസ്സ്. പറ്റില്ല എന്ന് പറയുന്നത്. അച്ഛനും അമ്മയും നമുക്ക് നോക്കാം. അനിയത്തിയെ പഠിപ്പിക്കുകയും ചെയ്യാം. അതിൻ്റെ പേരിൽ എന്നെ വേണ്ടാന്ന് വെക്കലടി, പ്ലീസ്. അവനവളുടെ കൈ കൂട്ടി പിടിച്ച് പറഞ്ഞു. അവളാകെ ധർമ്മസങ്കടത്തിലായി. അവൻ്റെ പ്രണയം നിരസിക്കാനും വയ്യ. പക്ഷേ വീട്ടുകാരെ കുറിച്ച് ഓർക്കുമ്പോൾ അവനോട് എന്ത് പറയണമെന്നറിയാതെ അവൾ കുഴഞ്ഞു. അവനവളുടെ തോളിൽ കൈവച്ചു. ഡോ, താൻ എന്തെങ്കിലും ഒന്ന് പറയടോ. അവൾ അവനെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എന്തിനാ താൻ കരയുന്നത്? ഞാനില്ലേ കൂടെ, പിന്നെന്താ? അവൻ അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു.
ആ നിമിഷം അവൾ അങ്ങനെ ഒരു ചേർത്ത് പിടിക്കൽ ആഗ്രഹിച്ച പോലെ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. വാ, നമുക്ക് കുറച്ചേനും കൂടി ഇവിടെ ഇരിക്കാം. അവരവിടെ ബെഞ്ചിലിരുന്നു. തന്റെ അച്ഛനമ്മയ്ക്ക് എന്താ പറ്റി? വിനയ് ചോദിച്ചു. അത് എനിക്കൊരു ചേച്ചി കൂടെ ഉണ്ട്. ചേച്ചി നന്നായിട്ട് പഠിക്കുമായിരുന്നു. അതുകൊണ്ട് അച്ഛൻ കഷ്ടപ്പെട്ട് കൂലിപ്പണി ചെയ്ത് ചേച്ചിയെ പഠിപ്പിച്ചു. +2 നല്ല മാർക്കോടെ പാസ്സായ ചേച്ചിയെ ടൗണിലെ കോളേജിൽ ചേർത്തു. ഹോസ്റ്റലിൽ നിന്നാണ് ചേച്ചി പഠിച്ച്. മാസത്തിലൊരു ദിവസം ചേച്ചി നാട്ടിൽ വരുമായിരുന്നു. അങ്ങനെ ചേച്ചിയുടെ പഠിത്തം കഴിഞ്ഞ് ടൗണിലെ ഒരു കമ്പനിയിൽ ചേച്ചിക്ക് ജോലി കിട്ടി. അവിടെയും ഹോസ്റ്റലായിരുന്നു ചേച്ചിയുടെ താമസം. വല്ലപ്പോഴും ചേച്ചി നാട്ടിൽ വരുമായിരുന്നു. അപ്പോൾ എനിക്കും അനിയത്തിക്ക് എന്തെങ്കിലും വാങ്ങിയോ ചേച്ചി വരുന്നു. അങ്ങനെ ചേച്ചി ജോലി കയറി 6 മാസങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ നാട്ടിലൊരു പയ്യനായിട്ട് ചേച്ചിയുടെ കല്യാണം അച്ഛൻ ഉറപ്പിച്ചു. എന്തും ഞങ്ങളോട് തുറന്ന് സംസാരിക്കുന്ന ചേച്ചി അച്ഛൻ്റെ തീരുമാനം അനുസരിക്കുന്ന എല്ലാവരും കരുതി. പക്ഷേ നാട്ടിലെത്തിയ ചേച്ചിയോട് കല്യാണം നിശ്ചയിച്ച കാര്യം പറഞ്ഞപ്പോൾ ചേച്ചി പൊട്ടിത്തെറിച്ചു. ചേച്ചിയുടെ സമ്മതം ചോദിക്കാതെ കല്യാണം തീരുമാനിച്ച എന്തിനെന്നും ഈ കല്യാണം നടക്കില്ലെന്നും ചേച്ചി തീർത്തു പറഞ്ഞു. പക്ഷേ ചേച്ചിക്ക് താഴെ ഞങ്ങൾ 2 പെൺകുട്ടികളുണ്ടെന്നും അവരുടെ ഭാവി കളയരുതെന്നും അച്ഛനെ വേദനിപ്പിക്കരുതെന്നുള്ള അമ്മയുടെ വാക്കിൽ ചേച്ചി ഒന്ന് അയഞ്ഞു. കല്യാണത്തിന് സമ്മതിച്ചു. പക്ഷേ കല്യാണത്തിലേന്ന് രാത്രി ചേച്ചി സ്വർണ്ണമായിട്ട് മറ്റൊരാളോടൊപ്പം പോയി. അച്ഛനന്ന് തളർന്നു വീണതാണ്. അമ്മയും ഒരു രോഗിയായി. അന്ന് ഞങ്ങൾ അനുഭവിച്ച അപമാനം ചെറുതല്ല. അന്ന് ആദ്യമായിട്ട് എനിക്കും അനിയത്തിക്കും ചേച്ചിയോട് ദേഷ്യം തോന്നി. ചേച്ചിയായിട്ട് കല്യാണം നിശ്ചയിച്ച വീട്ടുകാരുടെ മുമ്പിൽ ഞങ്ങൾ ചതിയരായി. അവിടുന്ന് ഇവിടുന്ന് കടം വാങ്ങിയ അച്ഛൻ സ്വർണ്ണം ഉണ്ടാക്കിയത്. അങ്ങനെ തീരാ കടത്തിലേക്ക് ഞങ്ങൾ കൂപ്പുകുത്തി. അച്ഛൻ്റെ സങ്കടം സഹിക്കാനാവാതെ ഞാൻ എന്തെങ്കിലും ജോലിക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ വീടിനടുത്തുള്ള ഓർഫനേജിലെ കുഞ്ഞുങ്ങൾക്ക് ട്യൂഷൻ എടുക്കാൻ തുടങ്ങി. എനിക്ക് +2 98% മാർക്കുണ്ടായിരുന്നു മനസ്സിലാക്കി അവിടുത്തെ മദർ അവിടുത്തെ കുട്ടികളുടെ സ്പോൺസർമാരിൽ ഒരാളോട് എൻ്റെ കാര്യം പറഞ്ഞു. അദ്ദേഹം എന്നെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ നഴ്സിങ്ങിന് ചേർന്നു. കോഴ്സ് കഴിഞ്ഞ് ഞാൻ പഠിച്ച ഹോസ്പിറ്റലിൽ തന്നെ ജോലി കയറി. അവിടെ 2 വർഷം ജോലി ചെയ്തു. അച്ഛൻ്റെ കടം പകുതി വീട്ടി. പിന്നെ ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്ന് 1 വർഷം കഴിഞ്ഞപ്പോൾ ഏറെക്കുറെ കടമൊക്കെ തീർന്നു. ഇപ്പം എൻ്റെ മുന്നിലുള്ള ലക്ഷ്യം എൻ്റെ കാവ്യമോളെ പഠിപ്പിച്ച് അവളെ സ്വന്തം കാലിൽ നിൽക്കാറാക്കുക എന്നതാണ്. അതിനിടയിൽ ഞാൻ എൻ്റെ കാര്യം പോലും ചിന്തിച്ചിട്ടില്ല. അവനവളുടെ കൈ പിടിച്ചു. എടോ, എനിക്ക് തന്നെ ഓർത്ത് അഭിമാനം തോന്നുവാടോ. ഇത്ര നാൾ കൊണ്ട് വീട്ടുകാരുടെ സങ്കടം മാറ്റിയതിന്. ഇന്നത്തെ കാലത്ത് എല്ലാ പെൺകുട്ടികളും സ്വന്തം കാര്യം മാത്രം നോക്കാൻ ശ്രമിക്കുമ്പോൾ എന്നാലും എനിക്ക് തന്നോടുള്ള ഇഷ്ടം കൂടിയിട്ടേ ഉള്ളൂ. ഞാനുണ്ടാവും തൻ്റെ കൂടെ എൻ്റെ മരണം വരെ. എന്താ പോരെ? അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. അവനവളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. കുറേ നേരം അവരങ്ങനെ ഇരുന്നു. ശേഷം കാണാമെന്ന് പറഞ്ഞ് പിരിഞ്ഞു. എന്നുമുള്ള ഫോൺ സംഭാഷണങ്ങളിലൂടെ ഇടയ്ക്കുള്ള കൂടിക്കാഴ്ചകളിലൂടെയും അവരുടെ പ്രണയം വളർന്നു. പിരിയാനാവാത്ത രീതിയിൽ അവരടുത്തു. അവൾക്ക് അവൻ്റെ വാക്കുകളും തലോടലുകളും ചേർത്ത് പിടിക്കലുകളൊക്കെ ഒരു ആശ്വാസമായിരുന്നു. അവർ പ്രണയിക്കാൻ തുടങ്ങിയിട്ട് 1 വർഷം കഴിഞ്ഞു. അവൾ തന്റെ പ്രണയം വീട്ടിൽ പറഞ്ഞു. വിനയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് വീട്ടുകാർക്ക് സന്തോഷം തോന്നി. ഇനിയെങ്കിലും തങ്ങളുടെ മകൾക്ക് സന്തോഷം നിറഞ്ഞ നാളുകൾ ലഭിക്കുമല്ലോ എന്ന് അവർ ആശ്വസിച്ചു. അങ്ങനെ ഗീതുവിന്റെ ബർത്ത്ഡേയുടെ തലേന്ന് അവൾ വീട്ടിൽ പോയി. ബർത്ത്ഡേയുടെ അന്ന് വീട്ടിൽ വരണമെന്നും അച്ഛനും അമ്മയ്ക്കും അനിയത്തിക്കും വിനയനെ കാണുമെന്നും ഗീതു പറഞ്ഞു. അവൻ പോവാമെന്ന് സമ്മതിച്ചു. അന്ന് രാവിലെ ഗീതുവും കാവ്യയും കൂടി അമ്പലത്തിൽ പോയി വന്നു. ശേഷം അമ്മയോട് ചേർന്ന് സദ്യ ഉണ്ടാക്കി വിനയെ കാത്തിരുന്നു. 2 മണിയായിട്ടും വിനയ് വന്നില്ല. അവൾ അവന് ഫോൺ ചെയ്തു. പക്ഷെ അവൻ കോൾ അറ്റൻഡ് ചെയ്തില്ല. 4 മണിയായിട്ട് അവൻ എത്തിയില്ല. വയ്യാത്ത അച്ഛനെ സങ്കടപ്പെടുത്തേണ്ടെന്ന് കരുതി വിനയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നു കാണുമെന്ന് പറഞ്ഞ് അവര് സദ്യ കഴിച്ചു. അവൾ രാത്രി വിളിച്ചിട്ട് അവൻ എടുത്തില്ല. അവൾക്ക് സങ്കടം സഹിക്കാനായില്ല. പിറ്റേന്ന് അവൾ ഹോസ്റ്റലിലേക്ക് പോയി. 2 ദിവസം കഴിഞ്ഞ് അവൾ വിനയ് വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ പോയി. വിനയ് ജോലി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഗീതുവിനെ കണ്ടത്. വിനയ്, നീ എന്താ എൻ്റെ കോൾ എടുക്കാത്ത? നീ എന്താ വരാന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വരാത്ത? നീ വാ. അവൻ അവളെയും പിടിച്ച് ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് പോയി. ഇനി പറ, നിനക്കെന്താ അറിയണ്ട്? അവൻ കൈകെട്ടി അവൾക്ക് മുമ്പിൽ നിന്നു. വിനയ്, നീ എന്താ ഇങ്ങനെ? എങ്ങനെ? ദേഷ്യത്തില്? നീ എന്താണ് കരുതി എനിക്ക് നിന്നോട് മുടിഞ്ഞ പ്രേമാണെന്നോ? അതൊക്കെ എന്റെ ആക്ടിങ്ങിലായിരുന്നോ? വിനയ്, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്താന്ന് നിനക്ക് അറിയില്ല അല്ലേടി? നീ പറഞ്ഞ കള്ളക്കഥ ഞാൻ വിശ്വസിച്ചൊന്നും കരുതിയോ നീ? നീയും നിന്റെ ചേച്ചിയും കളികളാ. ആണുങ്ങളെ മയക്കി കാര്യം സാധിക്കുന്ന പെരും കളികള്. വിനയ്, മിണ്ടരുത്. നിന്നോട് പ്രതികാരം ചെയ്യാനടി ഞാൻ നിന്നെ ഇഷ്ടാന്ന് പറഞ്ഞ് നിന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയത്. നിനക്ക് ഓർമ്മയുണ്ടോ? നിന്റെ ചേച്ചി ഒരു പാവം പയ്യനെ ചതിച്ച് അന്ന് അവൾ നിന്നോടൊക്കെ പറഞ്ഞു. നീ അവൾക്ക് കൂട്ടുനിന്നു. അവനോട് ഇഷ്ടം കാണിച്ച് അവനില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവനെ അവളുടെ വരുതിയിലാക്കി. ഒടുവിലും മറ്റൊരുത്തന്റെ കൂടെ പോയ നിന്റെ മറ്റവള്. അന്ന് അവൾക്ക് ഒളിച്ചോടാൻ നീലടി കൂട്ടുന്നത്. എന്നിട്ട് അവൾ ഒന്നും അറിയാത്ത പോലെ. നിന്റെ ചേച്ചി സ്നേഹിച്ചു വഞ്ചിച്ച ആ പയ്യനെന്റെ കസിനാടി. അന്ന് ഡിപ്രഷനിൽ പോയി അവൻ എത്ര കഷ്ടപ്പെട്ടാന്നറിയോ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്നേ. അന്നേ ഞാൻ കരുതിയതാ അവൾക്ക് കൂട്ടുന്ന നിനക്കും പണിയിരണമെന്ന്. പക്ഷെ അവള് രക്ഷപ്പെട്ടു. എന്നാൽ നീ എന്റെ വലയിൽ വീണു. ജീവന തുല്യം സ്നേഹിക്കുന്നവരെ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന അത് നീയും അറിയണടി. അതിനുവേണ്ടി മാത്രമാ ഞാൻ നിന്നോട് ഇതുവരെ സ്നേഹം കാണിച്ച്. ഈ നിമിഷം ഞാൻ അവസാനിപ്പിക്കുക നീയും ഞാനായിട്ടുള്ള എല്ലാ ബന്ധവും. ഗുഡ് ബൈ. അവൻ തിരിഞ്ഞടന്നു.
ഒരു നിമിഷം കേട്ടത് വിശ്വസിക്കാനാവാതെ അവൾ തറഞ്ഞു നിന്നു. ശേഷം പൊട്ടിക്കരച്ചിലോടെ അവിടുന്ന് പോയി. കുറച്ചു ദിവസം അവൾ ആകെ അസ്വസ്ഥയായിരുന്നു. പക്ഷെ തന്റെ വീട്ടുകാരോർത്തപ്പോൾ അവൾ തോൽക്കാൻ തയ്യാറായില്ല. അവിടെ തന്നെ മുറിപ്പെടുത്തുന്ന ഓർമ്മകളുള്ളതുകൊണ്ട് അവൾ അവിടുന്ന് റിസൈൻ ചെയ്ത് നാട്ടിലുള്ള ഒരു ഹോസ്പിറ്റലിൽ ജോലി കയറി. അവൾ അനിയത്തിയോട് മാത്രം കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അച്ഛനും അമ്മയും അറിയരുതെന്ന് പറഞ്ഞെങ്കിലും അവർ സംസാരിക്കുന്ന അമ്മ കേട്ടു. അച്ഛനും അറിഞ്ഞു. അച്ഛൻ ഹോസ്പിറ്റലിലായി. അവളുടെ കണ്ണീരിന് മുമ്പിൽ ഇനി വേദനിക്കില്ലെന്ന് അച്ഛൻ അവൾക്ക് വാക്ക് കൊടുത്തു. അവൾ വീട്ടിൽ നിന്നും ജോലിക്ക് പോയി തുടങ്ങി. ഒരു ദിവസം അവൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ അവിടെ സ്പോൺസർ വന്നു. അദ്ദേഹം സിംഗപ്പൂർ ബിസിനസ്സുള്ള ആളാണ്. അവിടെ അദ്ദേഹത്തിന്റെ ഫ്രണ്ട് നടത്തുന്ന ഹോസ്പിറ്റലിൽ ജോലിക്ക് പോകാൻ താല്പര്യമുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. നല്ല സാലറി ഓഫർ ചെയ്തു. ഒരു മാറ്റം ആവശ്യമാണ് തോന്നിയുകൊണ്ട് അവൾ സമ്മതിച്ചു. വീട്ടുകാരുടെ സമ്മതത്തോടെ അവൾ സിംഗപ്പൂരിലേക്ക് ഫ്ലൈറ്റ് കയറി. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും ആർക്കു വേണ്ടിയും കാത്തേൽക്കാതെ ഓടി മറഞ്ഞു. ഗീതു സിംഗപ്പൂർ എത്തിയിട്ട് 2 വർഷം കഴിഞ്ഞു. ഇതിനിടയിൽ കാവ്യ ഡിഗ്രി കഴിഞ്ഞ് ഒരു ടെക്സ്റ്റൈൽസിൽ ബിൽഡിംഗ് സെക്ഷനിൽ ജോലി കയറി. തുടർന്ന് പഠിക്കാൻ ഗീതു പറഞ്ഞെങ്കിലും ചേച്ചി ഇനിയും കഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് അവൾ പറഞ്ഞു. കൂടെ ജോലി ചെയ്യുന്ന വിജയുടെ പ്രപ്പോസൽ കാവ്യക്ക് വന്നു. വിജയ് കൂട്ടുകാരെയും കുട്ടികളുടെ വീട്ടിൽ വന്ന് ചോദിച്ചു. വിജയുടെ അച്ഛനും അമ്മയും വന്നു. ഏട്ടൻ ട്രിവാൻഡ്രത്ത് ജോലി ചെയ്യുന്നുവെന്നും കല്യാണം തീരുമാനിച്ച ശേഷം വരുമെന്നും പറഞ്ഞു. ഗീതുവിന്റെ കല്യാണം കഴിയാൻ നടക്കില്ലെന്ന് കാവ്യയും വീട്ടുകാരും പറഞ്ഞു. ഗീതുവിനോട് അച്ഛൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നല്ല ബന്ധമാണെങ്കിൽ നടത്താമെന്നും പറഞ്ഞു. അവളുടെ കല്യാണം നടത്തിയിട്ട് മതിയെന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷെ ഗീതു അവരെയൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തു. ഒരു കല്യാണത്തിന് പറ്റിയ മാനസികാവസ്ഥയിലല്ലെന്നും നിർബന്ധിക്കരുതെന്ന് അവൾ പറഞ്ഞു. അങ്ങനെ കാവ്യയുടെ കല്യാണം തീരുമാനിച്ചു. കല്യാണത്തിന് 2 ദിവസം മുമ്പാണ് ഗീതു എത്തിയത്. അതിനുമുമ്പ് അവൾ കസിനെ വിളിച്ച് എല്ലാ ഒരുക്കങ്ങളും നടത്താൻ പറഞ്ഞു. അവരെല്ലാം കട്ടക്ക് നിന്നൊക്കെ നടത്തി. കല്യാണത്തിന് അന്ന് ചെക്കനെയും കൂട്ടിനെയും സ്വീകരിക്കാൻ നിന്ന് ഗീതു ഒരു നിമിഷം ഞെട്ടി. ചെക്കനോടൊപ്പം വരുന്ന ആളെ കണ്ട് അവൾ പകച്ചുപോയി. വിനയ്. പെട്ടെന്നാണ് വിനയ് അവളെ കണ്ടത്. ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞു. ഗീതുവിന്റെ ഹൃദയം വല്ലാതെ വേദനിച്ചു. തന്നെ പോലെ തന്റെ അനിയത്തിയും ചതിക്കപ്പെടുമോ എന്ന് അവൾ ഭയന്നു. അവൾ ചിന്തിക്കുന്നതിനിടയിൽ പയ്യനും കൂട്ടരും മണ്ഡപത്തിനകത്ത് കയറിയിരുന്നു. പിന്നെ അവിടെ നടന്നത് അവൾ കണ്ടിരുന്നില്ല. കണ്ണുനീർ അവളുടെ കാഴ്ചയെ മറച്ചിരുന്നു. പക്ഷേ അത് അനിയത്തിയുടെ കല്യാണം നടന്നുള്ള ആനന്ദക്കണ്ണീരായി എല്ലാവരും കണ്ടു. അവളുടെ നെഞ്ച് തന്നെ അനിയത്തിയോർത്ത് പിടക്കുകയായിരുന്നു. കെട്ടുകഴിയുന്നവരെ അവൾ ചെയ്തതൊക്കെ യാന്ത്രികമായിരുന്നു. കെട്ടുകഴിഞ്ഞ് ബന്ധുക്കളുമൊത്തുള്ള ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ചെക്കനും പെണ്ണും ഫോട്ടോ എടുക്കാനായി പുറത്തേക്ക് പോയി. ഗീതു അമ്മയോട് വാഷ്റൂമിൽ പോയി വരാമെന്ന് പറഞ്ഞ് അവിടുന്ന് പോയി. അവൾ ആളൊഴിഞ്ഞൊരു ഭാഗത്ത് പോയി പൊട്ടിക്കരഞ്ഞു. എൻ്റെ ഭഗവതി, എൻ്റെ കാവ്യമോള് സങ്കടപ്പെടേണ്ട ഇട വരുത്തല്ലേ. അവൾ നെഞ്ചത്ത് കൈവച്ചു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് വിനയ് വന്ന്. അവിടെ മാറിയെന്ന് കരയുന്ന ഗീതുവിനെ അവൻ കണ്ടു. കെട്ടു നടക്കുന്ന സമയം മുഴുവൻ അവൻ അവളെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. അമ്മയോട് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് പോയിരുന്ന അവളെ അവൻ കണ്ടിരുന്നു. അതാണ് അവനും അങ്ങോട്ടേക്ക് വന്ന്. അവൾക്കടുത്തേക്ക് വന്ന് അവൻ അവളെ വിളിച്ചു. അവൾ തിരിഞ്ഞ് അവന് നേരെ കൈതൊഴുത് പറഞ്ഞു, പ്ലീസ്, എൻ്റെ അനിയത്തി ഒരു പാവം. എന്നുള്ള ദേഷ്യം അവളോട് തീർക്കരുത്. അവളുടെ മനസ്സ് വേദനിച്ച അത് ഞങ്ങൾക്ക് താങ്ങാനാവില്ല. നിങ്ങൾ എന്നെ എങ്ങനെ വേണമെങ്കിലും ശിക്ഷിച്ചോളൂ. പക്ഷെ അവളുടെ കണ്ണ് നിറയരുത്. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം, പ്ലീസ്. ഞാൻ അവനെന്തെങ്കിലും പറയുന്നതിന് മുമ്പ് അവളോടൊന്ന് പോയിരുന്നു. അവൻ അവളെ ഓർത്ത് വേദന തോന്നി. ഒക്കെ തൻ്റെ തെറ്റാണ്. അവളെ തെറ്റിദ്ധരിച്ചു. പാവം, അന്ന് അവളെ എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവും. ഇപ്പോഴുള്ളിൽ ആ വേദന കാണില്ലേ? അതിലെ അവൾ ഇതുവരെ വിവാഹം കഴിക്കാത്ത അവൻ്റെ മനസ്സ് നീറി. അവളോട് വഴക്കിയിട്ട് 3 മാസങ്ങൾക്ക് ശേഷമാണ് താൻ സത്യങ്ങളൊക്കെ അറിയുന്നത്. സന്ദീപ് പറഞ്ഞിട്ട്. സന്ദീപ് വിനയുടെ കസിനാണ്. സന്ദീപുമായിട്ടായിരുന്നു ഗീതുവിൻ്റെ ചേച്ചി പ്രണയത്തിലായിരുന്നു. ചേച്ചി മറ്റൊരാളോടൊപ്പം പോയത് അനിയത്തി കൂടി സപ്പോർട്ട് ചെയ്തിട്ടാണെന്ന് സന്ദീപ് ആ സമയത്ത് വിനയോട് പറഞ്ഞിരുന്നു. പക്ഷെ അനിയത്തി എന്ന് പറഞ്ഞ് ഗീതുവിനെ കുറിച്ചല്ലായിരുന്നു, അവരുടെ ചെറിയച്ഛൻ്റെ മകൾ ലക്ഷ്മിയെ കുറിച്ചായിരുന്നു. ലക്ഷ്മി വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ സ്റ്റാഫിനോടൊപ്പമായിരുന്നു ഗീതുവിന്റെ ചേച്ചി ഒളിച്ചോടിയത്. ചേച്ചി ഫോണിന്റെ സിം കാർഡ് റൂമിൽ വെച്ചിട്ടാണ് പോയത്. കുറച്ച് ദിവസം കഴിഞ്ഞാണ് അത് ഗീതുവിന് കിട്ടുന്നത്. അവൾ ആ സിം കാർഡ് എടുത്ത് തന്റെ ഫോണിലിട്ടു. പിറ്റേന്ന് സന്ദീപ് ആ നമ്പറിൽ വിളിച്ചു. ഗംഗയുടെ അനിയത്തിയാണെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ഓടിപ്പോകാൻ കൂട്ടുന്ന സന്ദീപ് അവൾ ഒത്തിരി ചീത്ത പറഞ്ഞു. പക്ഷെ അവർ തമ്മിലുള്ള ഇഷ്ടത്തെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ലെന്നും ഗംഗയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരി ലക്ഷ്മിയാണെന്നും അവളാണൊക്കത്തിനും കൂട്ടുന്നതെന്നുമുള്ള സത്യം അവൾ സന്ദീപിനോട് പറഞ്ഞു. അവളെ തെറ്റിദ്ധരിച്ചതിന് അവൻ അവളോട് സോറി പറഞ്ഞു. പക്ഷെ ആ കാര്യം സന്ദീപ് വിനയോട് പറഞ്ഞിരുന്നില്ല. അതിനുമുമ്പ് വിനയ് ട്രിവാൻഡ്രത്തേക്ക് ജോലിക്കെത്തിയിരുന്നു. ഗംഗയുടെ നാട് ട്രിവാൻഡ്രമാണെന്ന് മനസ്സിലാക്കിയ വിനയ് തന്റെ അനിയനെ ചതിച്ചവൾക്കും കൂട്ടുനിന്നവൾക്കും പണിയെടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവൻ അന്വേഷണം ആരംഭിച്ചു. പക്ഷെ അന്വേഷണത്തിൽ ഗംഗ ആ നാട്ടിലില്ലെന്നറിഞ്ഞു. പക്ഷെ വളരെ കഷ്ടപ്പെട്ട് അവൻ ഗീതുവിനെ കണ്ടെത്തി. അങ്ങനെ അവളോട് പ്രണയം നടിച്ച് അവളോടുള്ള പ്രതികാരം തീർത്തു. പിന്നീട് 3 മാസങ്ങൾക്ക് ശേഷം സന്ദീപിന്റെ കല്യാണക്കാര്യം പറയുന്നതിനിടയിലാണ് ഗംഗയ്ക്ക് കൂട്ടുനിന്ന് അവിടെ അനിയത്തിയോട് സ്നേഹം നടിച്ച് പ്രതികാരം ചെയ്ത കാര്യം വിനയ് പറയുന്നത്. അപ്പോഴാണ് ഗംഗയ്ക്ക് കൂട്ടുന്ന ഗീതു അല്ലെന്നും ചെറിയച്ഛൻ്റെ മകൾ ലക്ഷ്മിയാണെന്നും സന്ദീപ് പറഞ്ഞത്. ഞെട്ടലോടെയാണ് വിനയ് അത് കേട്ടത്. അന്ന് തന്നെ അവൻ ഗീതുവിനെ വിളിച്ചു. പക്ഷെ അവളുടെ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. അവൾ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലെത്തി. പക്ഷെ അവൾ 3 മാസം മുമ്പ് അവിടെ നിന്ന് റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവളുടെ വീട് എവിടെയാണെന്ന് കൃത്യമായി അവിടെ ആർക്കും അറിയില്ലായിരുന്നു. അന്നു മുതൽ അവളെ ഓർത്ത് വേദനിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല.
അവൻ ചെയ്ത കാര്യങ്ങളൊക്കെ സന്ദീപ് വിനയുടെ വീട്ടിൽ പറഞ്ഞു. എന്താണ് ഞാൻ ഈ കേൾക്കുന്നത്? അമ്മ അവനോട് ചോദിച്ചു. ഏട്ടാ, എൻ്റെ ഏട്ടനെ എങ്ങനെ ഒരു പെണ്ണിനെ വേദനിപ്പിക്കാൻ തോന്നി? വിനയ് ചോദിച്ചു. ഒന്നിനും അവന് ഉത്തരവുണ്ടായിരുന്നില്ല. അവളൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അറിഞ്ഞ നിമിഷം മുതൽ അവൻ അവളോട് സഹതാപം തോന്നി തുടങ്ങി. അതെപ്പോഴും അവളോടുള്ള ആത്മാർത്ഥ പ്രണയമായി വളർന്നു. വിജയുടെ കല്യാണത്തിന് അവളെ പ്രതീക്ഷിക്കാതെ കണ്ടപ്പോൾ അവന് സന്തോഷവും അത്ഭുതമൊക്കെയായി എന്തൊക്കെയോ ഫീലായിരുന്നു. പക്ഷെ അവൾ തന്നെ മുന്നിൽ വന്നിന്ന് തന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ശരിക്കും നിന്നേൽപ്പിൽ ഇല്ലാണ്ടായെങ്കിലെന്ന് അവന് തോന്നി. മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങാൻ നേരം കാവ്യ കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോൾ ഗീതുവിന് സങ്കടം സഹിക്കാനായില്ല. അവളും കരഞ്ഞുപോയി. മോളെ, ഇങ്ങനെ കരയില്ലേടാ, ഗീതു അവളെ കണ്ണുടച്ചുകൊണ്ട് പറഞ്ഞു. മോള് വാ. ഗീതു അവളുടെ കൈ പിടിച്ച് വിജയ്ക്ക് മുന്നിലെത്തി. വിജയ്, ഞങ്ങളുടെ ജീവനാ നിന്റെ കയ്യിലേൽപ്പിക്കുന്നു. ഇവളെ. അവൾക്ക് മുഴുമിക്കാനായില്ല. അവൾ കരഞ്ഞുപോയി. ഏയ് ചേച്ചി, ഇങ്ങനെ കരയല്ലേ? അവൻ ഗീതുവിന്റെ തോളിൽ കൈവച്ചു. എനിക്കറിയാൻ ചേച്ചിയുടെ ആവലാതി. ചേച്ചി സങ്കടപ്പെടണ്ട. ഇവള് പറഞ്ഞ് എനിക്കറിയാൻ ചേച്ചിയെ. ഇവള് ചേച്ചി എങ്ങനെയാണ് നോക്കിയത് അതുപോലെ ഇവളുടെ കണ്ണിറക്കാൻ ഞാൻ നോക്കിക്കോളാം. ഇവൾക്ക് ചേച്ചി അമ്മയുടെ സ്ഥാനത്താ. ഇന്നോട്ട് എനിക്കും എൻ്റെ ചേച്ചിയുടെ കണ്ണിനി നിറയരുത്. ഈ അനിയനത് സഹിക്കാൻ പറ്റില്ല. അവൻ്റെ കണ്ണ് നിറഞ്ഞു. മോനെ. അവളവനെ കെട്ടിപ്പിടിച്ചു. അവനും സന്തോഷമായി മോനെ ചേച്ചിക്ക്. ഒക്കെ കണ്ടിരുന്നവനെ ഗീതുവിന്റെ മനസ്സിലെ നന്മയും സ്നേഹവും നേരിട്ട് കണ്ട് അവർ വിജയുടെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. അവരുടെ കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് വിനയ് എല്ലാവരോടും താൻ വേദനിപ്പിച്ച ആ പെണ്ണ് ഗീതുവാണെന്ന് പറഞ്ഞു. ഒരു ഞെട്ടിലോടെയാണ് എല്ലാവരും അത് കേട്ടത്. ഇത്രയും തങ്കപ്പെട്ട ഒരു പെൺകൊച്ചിനെയാണോടാ നീ ഇത്രയും നാൾ വേദനിപ്പിച്ച്? അമ്മ അവനോട് ദേഷ്യപ്പെട്ടു. ഏട്ടാ, അത് ഗീതു ചേച്ചിയാണോ? വിജയ് ചോദിച്ചു. അതെ വിജയ്, ഞാൻ. മോളെ, നീ ഏട്ടനോട് ക്ഷമിക്കും മോളെ. ഞാൻ കാരണം നിന്റെ ചേച്ചി ഇത്രയും വേദനിച്ച്. വിനയ് കാവ്യയോട് പറഞ്ഞു. അന്നെൻ്റെ ചേച്ചി ഒത്തിരി കരഞ്ഞു ഏട്ടാ. ചേച്ചിക്ക് എന്നെ ഒത്തിരി ഇഷ്ടമായിരുന്നു. ജീവനത്തിലും സ്നേഹിച്ച ആ ചേച്ചി ഏട്ടനെ. അന്നാകെ ഭ്രാന്ത് പിടിക്കുന്ന പോലത്തെ അവസ്ഥയിലായിരുന്നു ചേച്ചി. പക്ഷേ ഞങ്ങളോർത്ത് ചേച്ചിയുടെ മനസ്സിനെ കടിഞ്ഞാണിട്ടു. ചേച്ചി തളർന്ന ഞങ്ങളുടെ കുടുംബം മുഴുവൻ തകരുന്ന ചേച്ചിക്ക് അറിയായിരുന്നു. പല രാത്രികളിലും ചേച്ചി ഒറ്റയ്ക്കിരുന്ന് കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അന്നൊക്കെ എനിക്ക് ഏട്ടനോട് വല്ലാതെ ദേഷ്യം തോന്നിയിട്ടുണ്ട്. പിന്നെ പതിയെ ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ചേച്ചി മാറുകയായിരുന്നു. എത്രയൊക്കെ മാറിയാലും ആ ഉള്ളിൻ്റെ ഉള്ളിലൊരു കനലായിട്ട് ആ നൊമ്പരുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. ഒക്കെ മറക്കാൻ വേണ്ടിയാ ചേച്ചി ദൂരേക്ക് പോകാൻ തീരുമാനിച്ച്. അങ്ങനെ ഒരു മാറ്റം ചേച്ചിക്ക് അത്യാവശ്യമാണെന്ന് ഞങ്ങൾക്കും തോന്നി. അതാ വേദനയോടെയാണെങ്കിലും ചേച്ചിയെ പിരിയാൻ ഞങ്ങൾ തീരുമാനിച്ച്. ഏട്ടാ, എൻ്റെ ചേച്ചി ഒരു പാവ. ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാൻ ചേച്ചിക്കാവില്ല. ചേച്ചി ഇനിയും വേദനിപ്പിക്കില്ല ഏട്ടാ. അവൾ അവൻ്റെ മുമ്പിൽ കൈകൂപ്പി. അവനവളുടെ കൈ പിടിച്ചോണ്ട് പറഞ്ഞു. ഇല്ല മോളെ, ഇനി ഒരിക്കലും ഞാൻ കാരണം മോളുടെ ചേച്ചി വേദനിക്കേണ്ടി വരില്ല. ഇത്ര നാൾ വേദനിപ്പിച്ചതിന് പകരമായിട്ട് ഈ ജന്മം മുഴുവൻ സ്നേഹിച്ചോളാം ഞാൻ. ഇനി ആ കണ്ണു നിറയാൻ നോക്കിക്കോളാം. പോരെ? മതിയേട്ടാ, എനിക്ക് ഒത്തിരി സന്തോഷമായി. ഇതുവരെ എൻ്റെ ചേച്ചി സ്വന്തം ലൈഫ് സ്പോയിൽ ചെയ്യാണെന്ന് സങ്കടം ഉണ്ടായിരുന്നു. ഇപ്പം അത് മാറി. താങ്ക്സ് ഏട്ടാ. എല്ലാവരും കൂടിയാണ് കാവ്യയുടെ വീട്ടിൽ വിരുന്നിന് പോയത്. അവിടെ ചെന്ന ഉടനെ കാവ്യ ഗീതുവിനെ കെട്ടിപ്പിടിച്ചു. ചേച്ചി, മോളെ സുഖാണോടാ? ആ ചേച്ചി സുഖ. വാ, എല്ലാവരും വരൂ കേട്ടോ. ഗീതു എല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചു. അകത്ത് കയറിയ ഉടനെ വിനയുടെ അമ്മ ഗീതുവിനെ കെട്ടിപ്പിടിച്ചു. മോളെ. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. എന്താ അമ്മേ? മോളെ, എൻ്റെ മോന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം മോളെ. അവരവളുടെ കവിളിൽ തലോടി പറഞ്ഞു. അവൾ എന്തെന്ന ഭാഗത്തിൽ അവരെ നോക്കി. ഞങ്ങളൊക്കെ അറിഞ്ഞു ഇവൻ്റെ വായിന്ന് തന്നെ. അമ്മ പറഞ്ഞു. ചേച്ചി, ഏട്ടന് വേണ്ടി ഞാൻ ചേച്ചിയോട് മാപ്പ് ചോദിക്കുക. വിജയ് പറഞ്ഞു. ഏയ്, അതൊക്കെ ഞാൻ അപ്പോഴേ വിട്ടു. നിങ്ങളിരിക്കുക, ഞാൻ കുടിക്കാനെടുക്കാം. അവൾ കിച്ചണിലേക്ക് പോയി. അല്ല, മോൾക്ക് എത്ര നാൾ ലീവുണ്ട്? വിനയുടെ അച്ഛൻ ചോദിച്ചു. 2 വീക്സ് കൂടി ഉണ്ട് അച്ഛാ, അവൾ പറഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെങ്ങാനും ജോലി ആയിക്കൂടെ മോളെ? വിനയുടെ അമ്മ ചോദിച്ചു. ചേച്ചി എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരും അല്ലേ ചേച്ചി? വിജയ് പറഞ്ഞു. എന്താ? അവൾ അവനെ നോക്കി. ഞങ്ങൾക്ക് എന്നും ചേച്ചിയെ കാണണം. അതുകൊണ്ട് ചേച്ചി എത്രയും വേഗം അവിടുന്ന് റിസൈൻ ചെയ്ത് ഇങ്ങോട്ടേക്ക് വരണം. അത് വിജയ്. ചേച്ചി ഒന്നും പറയണ്ട. ഇനിയും ചേച്ചി അവിടെ കിടന്ന് കഷ്ടപ്പെടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അവിടുന്ന് പോരാൻ എന്താ ചേച്ചി ചെയ്യേണ്ടത്? 1 മാസത്തിന് മുമ്പ് റിസൈൻ ലെറ്റർ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, എന്നാൽ ചേച്ചി പോകുന്ന അന്നേന് റിസൈൻ ലെറ്റർ കൊടുക്കണം. അത് വേണോ വിജയ്? വേണം ചേച്ചി. കാവ്യയുടെ സ്ഥാനത്താണ് ചേച്ചി എന്നെ കാണുന്നെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കണം. എന്താ, കേൾക്കില്ലേ? ശരി, അവളൊരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. താങ്ക്സ് ചേച്ചി. അവനവളെ കെട്ടിപ്പിടിച്ചു. എല്ലാവരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കാനിരുന്നത്. വിനയുടെ കണ്ണുകൾ ഗീതുവിലായിരുന്നു. പക്ഷെ അവൾ അവനെ നോക്കിയത് പോലുമില്ല. ഗീതുവിന്റെ അച്ഛൻ പറഞ്ഞനുസരിച്ച് അവരെല്ലാവരും അന്ന് അവിടെ താമസിച്ചു. രാത്രി കിടന്നിട്ടും വിനയ്ക്ക് ഉറക്കം വന്നില്ല. അവൻ അപ്പോൾ തന്നെ ഗീതുവിനെ കാണാൻ തോന്നി. അവൻ എഴുന്നേറ്റ് അവളുടെ മുറിക്കടുത്തേക്ക് പോയി. അവനവളുടെ റൂമിന്റെ ഡോറിൽ തട്ടി. ഗീതുവിനൊന്നും ഉറക്കം വന്നില്ല. അവളുടെ മനസ്സിൽ വിനയുമൊത്തുള്ള നിമിഷങ്ങൾ കടന്നു വന്നു. ഒരു നിമിഷം അവളുടെ കണ്ണുകൾ ഈറനായി. അപ്പോഴാണ് ഡോറിൽ മുട്ടുന്ന ശബ്ദം കേട്ടത്. അവൾ എഴുന്നേറ്റ് വാതിൽ തുറന്നു. മുന്നിൽ നിൽക്കുന്ന വിനയെ കണ്ട് അവൾ ചോദിച്ചു. എന്താ? അവൾ അല്പം ഗൗരവത്തോടെ ചോദിച്ചു. ഞാൻ അകത്തേക്ക് വന്നോട്ടെ? എന്താ കാര്യം?
എനിക്ക് തന്നോട് സംസാരിക്കണം. എന്തായാലും പകല് സംസാരിച്ചാൽ മതി. അവൾ ഡോർ ഇറക്കാൻ തുടങ്ങി. അവനെ തടഞ്ഞു. പ്ലീസ് ഗീതു, എനിക്കിപ്പോൾ തന്നെ സംസാരിക്കണം. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? അവളുടെ ശബ്ദമുയർന്നു. ഇന്ന് നിന്നോട് സംസാരിച്ചിട്ട് ഞാൻ പോവും പറയുന്നതിനോടൊപ്പം അവൻ അകത്തേക്ക് കയറി ഡോർ അടച്ചിരുന്നു. ഏയ് എന്താ ഇത്? എന്തിനാ ഡോർ അടച്ച്? ഒച്ച വെച്ച് എല്ലാവരും ഉണർത്തണ്ട, അവൻ പറഞ്ഞു. അവൻ പോവാൻ പാമില്ലെന്ന് കണ്ട് അവൾ തിരിഞ്ഞടക്കാൻ ഒരുങ്ങി. അവനവളുടെ കയ്യിൽ പിടിച്ച് നിർത്തി. ഗീതു, അവൻ നേർമയായി വിളിച്ചു. എന്നെ വിട്. അവൾ കൈ വിടുവിക്കാൻ തോന്നി. പക്ഷെ അവനെ പിടിമുറുകിയിരുന്നു. ഒരു സോറി പറഞ്ഞാൽ തീരുന്ന തെറ്റല്ല ഞാൻ നിന്നോട് ചെയ്തെന്ന് എനിക്കറിയാം. പക്ഷെ അന്ന് അങ്ങനെയൊക്കെ പറ്റിപ്പോയി. സന്ദീപിന്റെ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല. അതെനിക്ക് ദേഷ്യം കൂടിയത്. പക്ഷെ ചെയ്യാത്തതിനാണ് ഞാൻ നിന്നെ വേദനിപ്പിച്ചെന്ന് ഓർത്തപ്പോൾ ഞാനാകെ ഭ്രാന്തനായിപ്പോയി. പിന്നെ നിന്നെ കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു. നിന്റെ കാൽ വീണ് മാപ്പ് ചോദിക്കണം തോന്നി. പക്ഷെ അപ്പോഴേക്കും നീ എന്നിൽ നിന്ന് ഒത്തിരി ദൂരം പിന്നിട്ടിരുന്നു. ഇപ്പൊ ദയവായിട്ടാണ് നിന്നെ എൻ്റെ അടുത്ത് എത്തിച്ചെന്ന് ഞാൻ വിശ്വസിക്കുക. അല്ലെങ്കിൽ വിജയും കാവ്യയുടെ അടുത്ത് ജോലി ചെയ്യാനും അവർ തമ്മിൽ ഇഷ്ടത്തിലാവാനും അവരിലൂടെ എനിക്ക് വീണ്ടും നിന്നെ കാണാനൊക്കെ കഴിയുമായിരുന്നില്ലല്ലോ. ഈ ചതിനോട് ക്ഷമിക്കാൻ നിനക്ക് കഴിയുക ഗീതു. അവളുടെ ഭാഗത്തൊന്നും പ്രതികരണമൊന്നും ഉണ്ടായില്ല. അവൻ ആൾക്കുമ്പിലായി വന്നു നിന്നു. ഗീതു, എന്നെ ഒന്ന് നോക്കിയെങ്കിലും ചെയ്യടി പ്ലീസ്. നീ എന്നെ വെറുത്തോ? പക്ഷെ എന്നോട് മിണ്ടാതിരിക്കല്ലേടി. എന്നോട് വഴക്കൂടാനെങ്കിലും ഒന്ന് മിണ്ടടി. അവനവളുടെ മുഖം പിടിച്ചുയർത്തി. അവൾ അവനെ രൂക്ഷമായി നോക്കി. കഴിഞ്ഞോ? എങ്കിൽ നിങ്ങൾക്ക് പോവാം. അവളുടെ ശബ്ദം ഉറച്ചതായിരുന്നു. ശരി, ഞാൻ പൊക്കോളാം. പക്ഷെ അതിനുമ്പ് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. നിന്റെ മനസ്സിൽ എന്നോടൊരു തരിയെങ്കിലും ഇഷ്ടമുണ്ടോ? ഇല്ല. ഒട്ടുമില്ലേ? അതല്ലേ പറഞ്ഞില്ലാന്ന്. അപ്പൊ നിന്റെ മനസ്സിലൊരു കോണിൽ പോലും ഞാനില്ല അല്ലേ? ഇല്ല. അവൾ അവൻ്റെ മുഖത്ത് നോക്കാൻ പറഞ്ഞു. ശരി, ഞാനിനി നിന്റെ മുമ്പിൽ വരില്ല. ചെയ്തു പോയ തെറ്റുകൾക്ക് 1000 മാപ്പ്. അവനവിടെ മുമ്പിൽ കൈകൂപ്പി അവിടുന്ന് പുറത്തിറങ്ങി. അവൻ പോയത് അവൾ മുഖം പൊത്തി പൊട്ടിക്കരയാൻ തുടങ്ങി. അവൾ ബെഡിൽ നിന്ന് കാൽമുട്ടുകൾക്കിടയിൽ മുഖം പൊഴുത്തി കരഞ്ഞു. കുറെ നേരം കരഞ്ഞ ശേഷം മുഖമുയർത്തി നോക്കി അവൾ കണ്ടത് തന്നെ നോക്കി പുഞ്ചിരിയോടെ തന്റെ അടുത്തിരിക്കുന്ന വിനയ്യാണ്. അവൾ കണ്ണു തുടച്ച് അവിടുന്ന് എഴുന്നേൽക്കാൻ തുടങ്ങിയതും അവൻ അവൾ വലിച്ചു തന്നെ നെഞ്ചിലേക്ക് ഇട്ടു. കുതിരി മാറാൻ ശ്രമിച്ച അവളൻ മുറുകെ പിടിച്ചു. ശേഷം എന്തോ പറയാൻ വന്ന അവളുടെ അധരങ്ങൾ അവൻ തന്റെ അധരങ്ങൾക്കുള്ളിലാക്കി. അവൻ അവളുടെ അധരങ്ങൾ നുകർന്നു. ശേഷം അവളുടെ കാതോരം പറഞ്ഞു. നിന്റെ മനസ്സിൽ ഞാനില്ല ലേഡി. അതുകൊണ്ടാണോ നീ ഇപ്പം നെഞ്ചൂട്ടി കരഞ്ഞ്? അവളുടെ ഏങ്ങലടികൾ വീണ്ടും ഉയർന്നു. അവൻ അവളെ തന്നെ മാറോട് ചേർക്കാൻ ഒരുങ്ങി. എന്നാൽ അവൾ അവനെ തള്ളി മാറ്റി. അതേ വേഗതയിൽ അവൻ അവളെ തന്റെ മാറോട് ചേർത്തു. ഈ മനസ്സ് മുഴുവനുള്ള സ്നേഹമാണെന്ന് എനിക്കറിയാം. പിന്നെ എന്തിനാ വേണ്ടേ എന്നെ ഇങ്ങനെ അകറ്റി നിർത്തുന്നത്? അവനവളുടെ നെറുകയിൽ അധരങ്ങൾ ചേർത്തു. അവളുടെ കണ്ണീരിനെ അവന്റെ അധരങ്ങളാൽ ഒപ്പിയെടുത്തു. വന്നൂടെ എന്റെ പെണ്ണായിട്ട്. അവളൊന്നും മിണ്ടിയില്ല. അവനവളെ തന്നെ നെഞ്ചിൽ നിന്ന് അകറ്റി. അവളുടെ വലതുകരം തന്റെ കൈക്കുള്ളിലാക്കി പൊതിഞ്ഞു പിടിച്ചു. പുറത്തൂടെ പെണ്ണേനോട് നിന്നെ വേദനിപ്പിച്ചതിന് പകരമായി ഈ ജന്മം മുഴുവൻ കൈവെള്ളയിൽ കൊണ്ടിടന്ന് സ്നേഹിച്ചോളാം ഞാൻ. എന്നും നിനക്ക് കാവലിരുന്നോളാം ഞാൻ. ഈ നെഞ്ചിലെ സ്നേഹം മുഴുവൻ നിനക്കായി മാത്രം നൽകാൻ ഞാൻ. എൻ്റെ കൂടെ വരില്ലേ പെണ്ണെ നീ? അവന്റെ കണ്ണുകൾ കറങ്ങിയിരുന്നു. അത് കാണാൻ അവളുടെ ഉള്ളം വേദനിച്ചു. കാരണം എത്രയൊക്കെ വേദനിപ്പിച്ചിട്ടും അവനെ വെറുക്കാൻ അവൾക്ക് ആകുമായിരുന്നില്ല. അത്രയ്ക്ക് അവൻ അവളുടെ ഹൃദയത്തിൽ ആഴത്തിൽ വേരുറച്ച് പോയിരുന്നു. അവളൊരു പൊട്ടിക്കരച്ചിലൂടെ അവൻ ഇറുകെ പുണർന്നു. അവൻ നിറഞ്ഞ പുഞ്ചിരിയോടെ അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ബെഡിലേക്ക് മറിഞ്ഞു. ഒന്നാവാനുള്ള സുന്ദര നിമിഷത്തെ സ്വപ്നം കണ്ട് ഇരുവരും സുഖനിദ്രയിലേക്ക് ചേക്കേറി.